സർക്കാർ നേരിട്ട് നിയമനം നടത്താത്ത അനേകം ഡിപ്പാർട്ട്മെന്റുകൾ സർക്കാരിന്റെ കീഴിലുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ കഴിഞ്ഞ സർക്കാർ കാലത്ത് CPM-കാർ പിൻവാതിലിലൂടെ കയറിപ്പറ്റി അവർക്ക് ഇപ്പോഴും തുടരുകയാണ്. 1 വർഷം മുതൽ 3 വർഷം വരെ കരാർ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള തസ്തികകളിൽ ആളെ നിയമിക്കാൻ കഴിയൂ. എന്നാൽ ഇവരെല്ലാം തുടരുകയാണ്. ഇവരെ ആരെയും പിരിച്ചുവിട്ടിട്ടില്ല. ഇങ്ങനെ പിൻവാതിൽ നിയമനം നടക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് കേരള ചലച്ചിത്ര അക്കാദമി. ചിലർ മാധ്യമ പ്രവർത്തകരാണ്, ചിലർ മാധ്യമ പ്രവർത്തകരുടെ അടുത്ത ബന്ധുക്കളാണ്. ഇങ്ങനെ തിരികെ കയറിയവർ എല്ലാം ചേർന്നുകൊണ്ട് പിണറായിയെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിയുടെ വൃത്തികേടുകളെ മനോഹരമായി മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാരം അവസാനിക്കുന്നതിന് മുൻപ് ഇനി പിണറായിക്ക് ബാക്കിയുള്ള ഏക സ്വപ്നം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവുകയാണ്. ഇപ്പോൾ കേരളത്തിനപ്പുറത്തേക്ക് വളരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. രാജ്യത്തെ പലയിടങ്ങളിലും CPM-കാർ മത്സരിക്കുന്നിടത്ത് പോലും പിണറായിയെ പ്രസംഗിക്കാൻ വിളിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, അവരുടെ മുമ്പിൽ ഐക്കണാവാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പിണറായി ഇപ്പോൾ ശ്രമിക്കുന്നത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ഒരു ദൈവമായി മാറാനാണ്.